ഞാൻ അർജൻറ്റീനയുടെ വളരെ വലിയ ഫാനായിരുന്നു. അതിലും നല്ലത് യഥാർത്ഥത്തിൽ ഇപ്പോഴും അർജൻറ്റീനയുടെ ഫാൻ തന്നെയാണ്. അതിലും വലുത് മെസ്സിയുടെ ഫാൻ ആണ് എന്ന് പറയുന്നതായിരിക്കും ശരി. മെസ്സി എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തിനെ, അദ്ദേഹത്തിനെ ഞാൻ ഒരു രണ്ട് പേരെ ഞാൻ ആ രീതിയിൽ ശ്രദ്ധിച്ചു. ഒന്ന് മെസ്സി, ഒന്ന് എംബാപ്പെ. അത്യാവശ്യം വന്ന രണ്ട് പ്രധാന ഘട്ടങ്ങളിൽ ഈ രണ്ടുപേരും നിഷ്പ്രഭരായി പോകുന്നത് ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ഫ്രാൻസിൻ്റെ എംബാപ്പെ ആണെന്നുണ്ടെങ്കിൽ ആ കളിക്ക്, അതായത് ഈ സ്പെയിനുമായിട്ടുള്ള കളിയിൽ നിഷ്പ്രഭനായിപ്പോയി അയാൾ എംബാപ്പെ ഒന്നുമല്ല. എംബാപ്പെ അതിൽ കാണാൻ പോലും കിട്ടിയില്ല നമുക്ക്. ഇന്നലെ ഈ കളി കാണാനിരുന്നു. 12:30 മുതൽ ഞാനത് കണ്ടു. സമ്മാനദാനത്തിന് തൊട്ട് മുമ്പാണ് ഞാൻ പോയി. 4 മണി കഴിഞ്ഞാണ് ഞാൻ ഉറങ്ങാൻ പോയി കിടന്നത്. അപ്പോൾ ഇന്നലെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ആയപ്പം തന്നെ ഞാൻ ഇരുന്ന് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു, അർജൻറ്റീന ജയിക്കാൻ അർഹരല്ല. കാരണം അർജൻറ്റീന കളിക്കാരുടെ കയ്യിൽ പന്ത് പോലും കിട്ടുന്നില്ല. പന്ത് മുഴുവൻ ഉള്ളത് സ്പാനിഷ് പ്ലേയേഴ്സിൻ്റെ കയ്യിലാണ് മുഴുവൻ. അതിൽ പറന്ന് കളിക്കുന്ന 2-3 പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ അയാൾക്ക് സമ്മാനങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും അതിലെ ലാമിൻ യമാൽ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ടല്ലോ, 19 വയസ്സുകാരനാണ്. അവൻ ആ ഗ്രൗണ്ടിൽ എവിടെയും കാണും. അവൻ എത്രത്തോളം ബോളാണ് അവിടെ കൊണ്ട് കൊടുത്തേക്കുന്നത് അറിയാമോ? അവൻ ട്രിബിൾ ചെയ്ത് അവരെ 2-3 പേരാണ് അവനെ മാർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ അവരെല്ലാം വെട്ടിച്ച് പന്തുമായിട്ട് കുതിച്ചു പായും. നേരെ മറിച്ച് മെസ്സിയെ ഇന്നലെ അവർ ചങ്ങലയ്ക്ക് പൂട്ടിയിട്ടിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല മെസ്സിയെ ഒരു 3 പേരാണ് മെസ്സിയെ മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ലാമിൻ യമാലിനെ മാർക്ക് ചെയ്തെങ്കിൽ പോലും ഇവരെല്ലാം എല്ലാവരെയും വെട്ടിച്ച് പന്ത് ട്രിബിൾ ചെയ്ത് അവൻ കൊണ്ടുപോകും. പക്ഷെ മെസ്സി അതിനൊന്നും തയ്യാറായില്ല. അത് പ്രായവും കഴിഞ്ഞു പോയെന്ന് മറ്റേത് 19 വയസ്സും 39 വയസ്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നലെ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ഈ ലാമിൻ യമാൽ നിരാശനായി ഇങ്ങനെ മൈതാനത്ത് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ കാല് നീട്ടിയിരിക്കുന്ന മെസ്സിയെ നമ്മൾ കണ്ടു. മൈതാനത്ത് കാല് നീട്ടിയിരിക്കുന്ന മെസ്സിയെ നമ്മൾ കണ്ടു, നിരാശനായിട്ടിരിക്കുന്ന മെസ്സി. അപ്പോൾ ഈ യമാൽ നേരെ നടന്നപ്പോൾ മെസ്സി അവിടുന്ന് എഴുന്നേറ്റു. ഇവർ വളരെ കെട്ടിപ്പിടിച്ച് ആലിംഗനത്തിനായി നിൽക്കുന്ന ആ ഒരു സീൻ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷവും ലാമിൻ യമാൽ മെസ്സിയെ പോയി മുതുകത്തൊക്കെ തടവിയിട്ട് അയാളെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റാണത്. അവർ കളിക്കുമ്പോൾ അവർ എതിരൊക്കെ ആയിരിക്കാം. പക്ഷേ ഇന്നലെ അതിനകത്ത് ഒരു കാര്യം പറ്റിയത്, ഫെർണാണ്ടസിനെ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കിയല്ലോ. ആദ്യം അയാൾ ചെയ്തത് ഒരു ഫൗള് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, അത് യെല്ലോ കാർഡ് കിട്ടിയതാണ്. പക്ഷേ ഈ രണ്ടാമത്തെ യെല്ലോ കാർഡ് ഉണ്ടല്ലോ ഫെർണാണ്ടസിൻ്റെ ഭാഗത്തുനിന്ന്, യഥാർത്ഥത്തിൽ അത് ഒരു യെല്ലോ കാർഡ് കൊടുക്കത്തക്കവണ്ണം ഉള്ള ഒരു ഫൗളല്ല. അത് ആ റെഫറിക്ക് ഒരു പിഴവായിരുന്നു യഥാർത്ഥത്തിൽ. അത് വാർ പോലും നടത്തിയില്ല. അതിനകത്ത് വാർ ചെക്ക് പോലും നടത്താതെ ആണ് യഥാർത്ഥത്തിൽ അത് ചെയ്തേക്കുന്നത്. ആ റെഡ് കാർഡ് കൊടുത്തു. ആ റെഡ് കാർഡ് ഫെർണാണ്ടസിന് കൊടുത്തപ്പം അയാൾ ഈ ഗോൾ അടിച്ചിട്ടുള്ള ആളാണ് അർജൻറ്റീനയ്ക്ക് വേണ്ടി. അയാൾക്ക് ആ റെഡ് കാർഡ് കൊടുത്ത് അയാൾ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ 10 പേരുമായിട്ട് അർജൻറ്റീന കളിക്കേണ്ടതായിട്ട് വന്നു. അത് അന്നേരം മുതൽ അവരുടെ കോൺഫിഡൻസും പോയി. പിന്നെ അവർ കയറി കളിക്കാനും അതിന് മുമ്പേ അവർ കുറച്ച് കയറി കളിച്ചാനേ അത് കളിക്കാൻ പറ്റാതെ പോയത് ഈ ഫെർണാണ്ടസിനെ വെളിയിലാക്കിയതോടുകൂടി അവർ യഥാർത്ഥത്തിൽ ആകെ തകർന്നു പോയിട്ടുണ്ട്. അവരുടെ ഈ മുഴുവൻ മാനസിക ശക്തി തന്നെ അവർക്ക് തകർന്നു പോയ ഒരു കാര്യമായിരുന്നു അത്. കാരണം ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല അർജൻറ്റീനയ്ക്ക് ഈ കളികളിലൊന്നും. ഈ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടാണ് ഒരു റെഡ് കാർഡ് കണ്ട ഒരു പ്ലെയർ പോകുന്നത്. 10 പേരിലേക്ക് അവർ ചുരുങ്ങാണ്, ഗോളി ഉൾപ്പെടെ. പക്ഷേ അതിനകത്ത് പിന്നെ ഏറ്റവും നന്നായിട്ട് അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർട്ടിനസ് മാത്രമാണ്. അതായത് ഗോളി. ആ ഗോളി എന്ന് പറയുന്നുണ്ടല്ലോ, ഏതാണ്ട് 12 സേവുകളാണ് ആ ഗോളി നടത്തിയത്. അത്യുഗ്രം സേവുകൾ. അതല്ലെന്നുണ്ടെങ്കിൽ ആ ഗോളി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അർജൻറ്റീനയ്ക്ക് യഥാർത്ഥത്തിൽ
വലിയൊരു തോൽവി ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേനെ. ഇതുവരെ അവസാന മിനിറ്റ് വരെ ഈ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഏതാണ്ട് അവസാനം ഒരു 5 മിനിറ്റ് മുമ്പുള്ളപ്പോഴാണല്ലോ ഈ ഒരു ഗോൾ അടിക്കുന്നത്. അപ്പോൾ ആ ഗോള് തന്നെ യഥാർത്ഥത്തിൽ അത് ശരിയായ രീതിയിൽ അവിടെ അവർക്കൊരു പ്ലെയറും കുറവാണ്, അവർക്കത് തടയാനും പറ്റിയില്ല. നല്ലൊരു ഗോളുമായിരുന്നു, ഒരു സൂപ്പർ ഗോളുമായിരുന്നു അത്, അതിന് കുറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആദ്യം മുതലേ ഞാൻ മനസ്സിലാക്കി സ്പെയിനാണ് ജയിക്കാൻ അർഹതയുള്ളത്. സ്പെയിൻ്റെ അടുത്ത് ഒന്നുമല്ല അർജൻറ്റീന ആയിരുന്നില്ല ഇന്നലത്തെ കളിയിൽ. കാരണം അത് ആ പന്തുണ്ടല്ലോ, അവരുടെ പന്തടക്കം, അവരുടെ പാസ് എന്ന് പറയുന്ന കുറുകിയ പാസുകൾ, ചെറിയ പാസ്സാണ്, അവരത് കറക്റ്റാണ്. കാലെ പശ വെട്ടിച്ചൊട്ടിച്ചതുപോലാണ് ആ പന്ത് നിൽക്കുന്നത് അവരുടെ കാലിൽ നിന്ന്. അവരുടെ കാലിൽ നിന്ന് ആർക്കും ആ കാലുകളിൽ നിന്ന് പന്ത് തട്ടിപ്പറിക്കാനുള്ള കഴിവ് കിട്ടിയില്ല. മറ്റേത് ഇവർ മാന്തി തോണ്ടിയെടുത്തുകൊണ്ട് പോകുന്നതാണ് അർജൻറ്റീനയുടെ പ്ലെയേഴ്സ്. പക്ഷേ ഇന്നലെ അതിനവർ ശ്രമിച്ചതുമില്ല. അവരുടെ ഹാഫിലേക്ക് തന്നെ ഒതുങ്ങി മാറി നിന്നു. 1-2 തവണ മാത്രം പന്ത് കൊണ്ടൊന്ന് കയറാൻ ശ്രമിച്ചു എന്നുള്ളതല്ലാതെ കയറിയെന്നും പറയാൻ പറ്റത്തില്ല. ഒരു തവണ മാത്രം അങ്ങാണ്ടാണ് ആകെ ആ ഗോളിയെടുത്ത് ഒരു ദുർബലമായ അടി ചെന്നത്. പിന്നെ അവസാനത്തെ 4 മിനിറ്റിൽ അർജൻറ്റീന കളിച്ചു. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അപ്പോഴത്തേക്ക് സമയം വൈകിപ്പോയി. ലാസ്റ്റ് 4 മിനിറ്റിൽ അവർ കളിച്ചതുപോലുള്ള കളി അവർ ഈ ടൈ ബ്രേക്കറിൽ കഴിഞ്ഞുള്ള ആ എക്സ്ട്രാ ടൈമിൽ കളിച്ചിരുന്നെങ്കിൽ ഇന്നലെ ഈ ഗോൾ വീഴത്തില്ല. പിന്നെ അത് പെനാൽറ്റിയിലേക്ക് പോയേനെ. ഈ ഒരാൾ കുറഞ്ഞപ്പോൾ തന്നെ അവർ മാനസികമായിട്ടൊരു തീരുമാനം എടുത്തു, എങ്ങനെയെങ്കിലും തട്ടിമുട്ടി നിന്ന് പെനാൽറ്റി ആക്കണം. അതൊരു ഗാംബ്ലിംഗ് ആണ്, അതിലേക്ക് മാത്രമേ പിന്നെ ശ്രദ്ധയുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാടായിട്ട് പോയത്. അപ്പോൾ ഞാൻ മാനസികമായിട്ടൊരു തീരുമാനം അന്നേരം തന്നെ എടുത്ത്, അർജൻറ്റീന ഒരിക്കലും ജയിക്കരുത്, കാരണം ജയിക്കാൻ അർഹതയില്ല. മെസ്സി നിഷ്പ്രഭനായിപ്പോയി. മെസ്സി എന്ന മാന്ത്രികൻ, ഫുട്ബോൾ മാന്ത്രികൻ്റെ നിഴല് പോലും ഇന്നലെ കാണാൻ കിട്ടിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ 1-2 കിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോർണർ എടുത്തത് ഒരു അവസാനം ഒരു 3-4 കോർണർ അടുപ്പിച്ച് കിട്ടി. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പെയിൻ പിന്നെ പന്തടിച്ച് വെളിയിലേക്ക് കളയാണ്, അവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ വയ്യാതെ വരും. അതുകൊണ്ട് അവസാനത്തെ 4 മിനിറ്റ് കളിച്ചതുപോലെ അവർ കളിച്ചിരുന്നെങ്കിൽ അർജൻറ്റീനയ്ക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് ഇവരോട് പിടിച്ചു നിൽക്കാമായിരുന്നു. ഗോള് ഒന്നും വീഴാതെ അവർക്ക് പിടിച്ചു നിൽക്കാം. അല്ലെങ്കിൽ 1-1 ഗോളൊന്നും വീഴാറില്ല, ഒരു ഗോൾ അടിച്ചു പോയല്ലോ, അത് കഴിഞ്ഞാണ് പിന്നെ അർജൻറ്റീന ഉണരുന്നത്. അതുവരെ അവർ ഉറങ്ങും. പക്ഷേ ഇതൊരു ഡീപ്പ് സ്ലംബറായിപ്പോയി, ഉറങ്ങിപ്പോയി. അത് പോരാ, അവസാനത്തെ 4 മിനിറ്റ് എന്ന് പറയുന്നത് ഒന്നും അല്ലായിരുന്നു. എന്നാലും അതിലാവുന്നിടത്തോളം മെസ്സി ശ്രമിച്ചു, ശരിയാണ്. അന്നേരമാണ് മെസ്സിയെ നമ്മൾ കാണാനിടയാകുന്നത്. ആ പ്രതിഭ വെളിയിലേക്ക് വന്നത് അവസാനത്തെ 4 മിനിറ്റ്. അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയിരുന്നു, എല്ലാം കഴിഞ്ഞു പോയി. ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും അതുപോലെ തന്നെ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് ഇന്നലെ ഒരു 2 ഗോൾ അടിച്ചിരുന്നെങ്കിൽ ഗോൾഡൻ ബൂട്ട് മെസ്സിക്ക് കിട്ടിയിരുന്നേനെ. പക്ഷേ മെസ്സിക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. അത് എംബാപ്പയ്ക്ക് പോയി. മെസ്സി അവസാനം ഇത്രയും കളിച്ചെങ്കിലും ഇതിലെ വലിയ യാതൊരു അംഗീകാരവുമില്ലാതെ വെള്ളി മെഡൽ മാത്രമായിട്ട് അവർ തിരിച്ച് വണ്ടി കയറേണ്ട ഗതികേടാണ്, ഫ്ലൈറ്റ് പിടിക്കേണ്ട ഗതികേടിലേക്ക് വന്നു. അങ്ങനെയാണ് അത്, ഓരോ പതനമാണ് ഓരോരുത്തരുടെ, അതാണ് നമ്മൾ കാണുന്നത്. ഉദയം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഈ സ്പാനിഷ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രായം, അതിൽ പ്രായം കുറഞ്ഞ് ആ 7-ാം നമ്പറുകാരനുണ്ടല്ലോ ഗോളടിച്ചത്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന ഈ ഗോളടിക്കുന്നവൻ വളരെ ചെറുപ്പമാണ്, പയ്യനാണ്. അപ്പോൾ ഈ ലമിൻ യമാലും അതുപോലെ ഇങ്ങനെയുള്ള ആളുകളും ഈ സംഘം, അതിനകത്ത് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നത് ഈ ലമിൻ യമാലിന് യഥാർത്ഥത്തിൽ വേണ്ട അംഗീകാരമൊന്നും കൊടുത്തില്ല. യഥാർത്ഥത്തിൽ അതിലെ പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് ലമിൻ യമാലാണ്, അല്ലാതെ മറ്റേ ആരും അല്ലായിരുന്നു. പക്ഷെ അതൊക്കെ കൊടുത്തേക്കുന്നതൊക്കെ വേറെ കാഴ്ചപ്പാട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതേവന് പയ്യനല്ലേ, 19 വയസ്സല്ലേ ഉള്ളൂ. അവൻ ഒരുപാട് കാലം, ഒരു ലോങ് ടൈം അവന് കിടക്കല്ലേ ഇനിയും ആ കളിക്കളത്തിൽ. അതുകൊണ്ടായിരിക്കാം ഏതായാലും അവന് കിട്ടേണ്ട അംഗീകാരം കിട്ടിയില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് ആ പയ്യന്. പക്ഷെ അതൊന്നും അവന് പ്രശ്നമല്ല, വീണ്ടും നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇനി യഥാർത്ഥത്തിൽ അർജൻറ്റീന ഈ വേൾഡ് കപ്പ് നേടിയിരുന്നെങ്കിൽ മെസ്സിക്ക് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. കുറേ നാളുകൂടെ മെസ്സി നിന്നേനെ. ഇനി മെസ്സി തളർന്നവനായിട്ട് മാറും. അതായത് ഈ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മനഃശക്തി മുഴുവൻ ഏതാണ്ട് ചോർന്നുപോയ ഒരു മട്ടാണ്.
ആ രീതിയിലായി. ഏതായാലും വരട്ടെ. എന്നാലും നല്ലൊരു മാച്ച് കാണാൻ, നല്ലൊരു മാച്ചെന്ന് ഞാൻ വിചാരിച്ചു കാണാനിരുന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. പക്ഷേ കണ്ടു, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. ഒരു വൺ സൈഡഡ് ഗെയിമായിരുന്നു. അതായത് ഗോളടിക്കാൻ സ്പെയിനും അത് തടുക്കാൻ, ഡിഫെൻഡ് ചെയ്യാൻ മാത്രമായിട്ടും ഉള്ള അർജൻറ്റീനയെ മാത്രമാണ് നമ്മൾ കണ്ടത്. ഏതായാലും അർഹിക്കുന്ന വിജയമാണ് സ്പെയിനിന് കിട്ടിയത്. ഇന്നലത്തെ ആ കളി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അർജൻറ്റീന ജയിക്കാൻ അർഹരേ അല്ലായിരുന്നു. വേൾഡ് കപ്പ് കിട്ടാൻ അർഹര് യഥാർത്ഥത്തിൽ സ്പെയിൻ തന്നെയാണ്. അവരത് നേടിയെടുക്കുകയും ചെയ്തു. അത് വളരെ സ്പെയിൻ്റെ കോച്ചൊക്കെ ആയാലും പോലും വളരെ അന്തസ്സോടു കൂടിയാണ് ഈ രണ്ട് കോച്ചുമാരും ഇടപെടുന്നതും ഒക്കെ കണ്ടത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായി, കുറച്ച് അഭിനയവും വെറുതെ ഉള്ള വീഴ്ചയും ഒക്കെ ഉണ്ടായി. വെറുതെ തന്നെ ഒരു പ്ലെയർ തന്നെ ആണെങ്കിൽ അയാൾ ചുമ്മാ വീണതാണ്. ആ ചുമ്മാതെ വീണപ്പോൾ സ്പാനിഷ് താരങ്ങൾ അർജൻറ്റീനൻ താരങ്ങളെ അതിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതിലെ ഒരുത്തനെ ഒരു പ്ലെയർ പിടിച്ചു തള്ളുന്ന കണ്ടു. അത് മാർട്ടിനസാണ് പിടിച്ചു തള്ളിയത്. എല്ലി മാർട്ടിനസ് പിടിച്ചു തള്ളി. അതിന് അയാൾക്ക് യെല്ലോ കാർഡും കിട്ടി. യഥാർത്ഥത്തിൽ അത് വെറുതെ ആയിരുന്നു, ചുമ്മാ വീണതാണ്, ഒന്നും ചെയ്തതല്ല. പക്ഷേ ഇതൊക്കെ കളിയല്ലേ. ഇത് ഈ രീതിയിൽ പോകണം. നമുക്ക് ഇന്ന് എല്ലാവർക്കും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തു. നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാവരും കളി കണ്ടതാണ്, കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ്, നല്ലതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് തോന്നുന്നില്ല അർജൻറ്റീനയിലും സ്പെയിനിലും ഈ അവധി ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട്.